മലപ്പുറം നെടിയിരുപ്പ് സർക്കാർ LP സ്കൂളിന്റെ ദുരവസ്ഥയെക്കുറിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൽ വിദ്യാഭ്യാസ മന്ത്രി ഇടപെടുകയും ചെയ്തു. ഇപ്പോൾ സ്ഥലം വാങ്ങാനുള്ള കുരുക്ക് കൂടി അഴിയുകയാണ്. ഒരാഴ്ചയ്ക്കകം രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാകും. കൊണ്ടോട്ടി MLA TV ഇബ്രാഹിമിന്റെ നിർദ്ദേശപ്രകാരം കലക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം. സ്ഥലം വാങ്ങാനായി നഗരസഭ 25 ലക്ഷം രൂപ അനുവദിച്ചിരിക്കുകയാണ്. 72.5 ലക്ഷം രൂപ നാട്ടുകാർ ചേർന്ന് സ്വരൂപിച്ചിട്ടുണ്ട്. ഏത് നിമിഷവും നിലം പൊത്താറായ സ്കൂളിന്റെ ദൃശ്യങ്ങൾ, ആ കുട്ടികളുടെ പ്രതികരണമൊക്കെ തന്നെ നമ്മൾ കേട്ടതാണ്. സോണൽ കൃഷിയാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. സോണൽ, വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. ആ കുഞ്ഞുങ്ങൾക്ക് ഇനി അടുത്ത അധ്യയന വർഷമാകുമ്പോഴേക്കും, സ്കൂൾ തുറക്കുമ്പോഴേക്കും ഒരു നല്ല കെട്ടിടത്തിൽ ക്ലാസുകൾ തുടങ്ങാം. ഏതായാലും അതിനുള്ള ഇടപെടൽ, റിപ്പോർട്ടിന്റെ ഇടപെടൽ, സോണലിന്റെ ഇടപെടൽ ഫലം കണ്ടിരിക്കുകയാണ്. എന്താണ് ഇനി ഈ രജിസ്ട്രേഷൻ നടപടികളൊക്കെ പൂർത്തിയാക്കാൻ കഴിയുന്ന സാഹചര്യം? വിനിത, പ്രധാനമായി ഏറ്റവും സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് കുട്ടികളുടെ സ്കൂളിന് സ്ഥലം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ നടപടികളൊക്കെ തന്നെ ഒരാഴ്ചയ്ക്കകം പൂർത്തീകരിക്കുമെന്ന ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഉറപ്പ് നൽകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മളാണ് 111 വർഷം പഴക്കമുള്ള തകർന്നു വീഴാറായ സ്കൂൾ കെട്ടിടത്തിന്റെ വാർത്ത പൊതുജനങ്ങൾക്ക് മുൻപിലേക്ക് കൊണ്ടുവന്നത്. അതിന് പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രി ഇടപെടുന്നു. തൊട്ടു പിന്നാലെ തന്നെ സ്ഥലം MLA കൂടിയായിട്ടുള്ള TV ഇബ്രാഹിം ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് ആ മുൻപിലുണ്ടായിരുന്ന ഒരു പ്രതിസന്ധി അത് നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. പ്രധാനമായി 35 സെന്റ് ഭൂമിയാണ് ഇതുമായി ബന്ധപ്പെട്ട വാങ്ങാനുള്ളത്. അതിൽ 15 സെന്റ് ആ സ്ഥല ഉടമ തന്നെ സൗജന്യമായി നൽകി. പിന്നീട് 20 സെന്റാണ്. അതിന് ഏകദേശം 95 ലക്ഷം രൂപയാണ് വില വരുന്നത്. അതിൽ 72ഓളം ലക്ഷം രൂപ ആ രക്ഷിതാക്കളും ആ സ്കൂളിലെ മറ്റ് അധികാരികളും ഒക്കെ ചേർന്ന് പരിസര പ്രദേശത്തുള്ളവരുൾപ്പെടെ ചേർന്ന് പിരിച്ച് നൽകുന്ന സാഹചര്യമുണ്ടായി. പിന്നീടുള്ളത് നഗരസഭ വകയിരുത്തിയിട്ടുള്ള 25 ലക്ഷം രൂപയായിരുന്നു. ഈ പണം വിട്ടുകിട്ടാനായിരുന്നു കാലതാമസം ഉണ്ടായിരുന്നത്. ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഈ പണം വിട്ടു നൽകാതെ പിടിച്ചു വെച്ചിരുന്ന സാഹചര്യം ഉണ്ടായത്. ഉടൻ തന്നെ MLA ഉൾപ്പെടെ ഇടപെട്ട കളക്ടറെ കണ്ട ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം വിളിച്ച ആ യോഗത്തിലാണ് ഇപ്പോൾ ഒരാഴ്ചയ്ക്കകം ഈ രജിസ്ട്രേഷൻ നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തായാലും അടുത്ത അധ്യയന വർഷത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ കുട്ടികൾക്ക് പുതിയൊരു സ്കൂൾ കെട്ടിടം അനുവദിച്ച് ലഭിക്കും, അല്ലെങ്കിൽ അനുവദിച്ച് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന് പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടു. ഇപ്പോൾ MLA ഇടപെട്ടിരിക്കുന്നു. കുരുക്കുകൾ അഴിയുകയാണ്. പെട്ടെന്ന് തന്നെ സ്ഥലം രജിസ്റ്റർ ചെയ്ത് തുടർ നടപടികളിലേക്ക് പോകും. അടുത്ത അധ്യയന വർഷമാകുമ്പോഴേക്കും നമ്മുടെ കുഞ്ഞു കുരുന്നുകൾക്ക് അവർ മന്ത്രി അപ്പൂപ്പ എന്നൊക്കെ വിളിച്ചു പറഞ്ഞ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. അവർക്കിനി പുതിയ ക്ലാസ് റൂമുകളിൽ ഇരുന്ന് പഠിക്കാം. സോണൽ കൃഷ്ണയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തും ഇപ്പോൾ അതിനൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. താങ്ക് യു. സോണലാണ് വിശദാംശങ്ങൾ നൽകിയത്.